What's up gamers? Welcome back to Wobbly Life. അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് വീണ്ടും ഉണ്ടല്ലോ നമ്മുടെ സ്വന്തം വൊബ്ലി ലൈഫാണ് കളിക്കാൻ പോണത്. അപ്പൊ നമ്മൾ ഇന്നുണ്ടല്ലോ ഗൈസ് വൊബ്ലി ലൈഫിൽ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലുണ്ടല്ലോ ഗൈസ് നമ്മളൊരു ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടായില്ലേ. അപ്പൊ നമ്മളുണ്ടല്ലോ ഗൈസ് ഇന്നൊരു ഫയർമാനായിട്ട് ജോലിക്ക് പോയാലോ എന്ന് എനിക്കൊരു ആലോചനയുണ്ട്. സോ ഗൈസ് നമുക്ക് എന്തായാലും ഫയർമാനായിട്ട് ഇന്ന് ജോലിക്ക് പോവാം. നമുക്ക് ഇതുവരെയായിട്ട് നമ്മൾ എന്തൊക്കെ ജോലി ചെയ്തു? നമ്മളൊരു ഫയർമാനായിട്ട് ജോലി ചെയ്തില്ല, നമ്മളൊരു പിസ്സ ഡെലിവറിക്കാരായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്തു. പക്ഷേ ടാക്സി ഡ്രൈവറുടെ ജോലി നമുക്ക് കറക്റ്റ് ടൈമിങ്ങിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ നമ്മൾ ഇന്ന് എന്തായാലും ഉണ്ടല്ലോ ഒരു ഫയർമാനായിട്ടാണ് നമ്മൾ ഇന്ന് ജോലി ചെയ്യാൻ വേണ്ടി പോണത്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരട്ടെ. ഇതിണ്ടല്ലോ ഗൈസ് നമ്മുടെ റൂമാണ്, നമ്മുടെ കട്ടില് കേറി കണ്ട ഗൈസ് സ്പ്രിങ്. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ എടുത്ത് ചാടാൻ പറ്റൂ. കണ്ട മതി ചാടിയതൊക്കെ മതി. ഇവിടെ വേറെ ഡ്രസ്സ് ഇല്ല, പുതിയ ഡ്രസ്സൊന്നും ഞാൻ മേടിച്ചിട്ടില്ല, അതുകൊണ്ട് എന്തായാലും എന്റെ കയ്യിൽ ഡ്രസ്സ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ തലയിലുള്ള ജെല്ലി അങ്ങ് എടുത്ത് കളഞ്ഞാലോ ഗൈസ്. എന്നിട്ട് വേറെ ഏതെങ്കിലും തൊപ്പി, ഈ തൊപ്പി എടാ നമുക്ക് വേറെ മുടിയും കണ്ണടയൊക്കെ വെക്കാൻ പറ്റൂ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അയ്യോ ഇതിപ്പോ മൊട്ടത്തലി ആയില്ല, മൊട്ടത്തല കാണിച്ചുകൊണ്ട് നടക്കണ്ട, ഒരു തൊപ്പി വെച്ചേക്ക്. ഈ സാധാ നമുക്ക് തൊപ്പി വെക്കാട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്. ആ തൊപ്പി വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഞാനുണ്ടല്ലോ ഗൈസ് പണിക്ക് പോകാൻ വേണ്ടി വീടിന്റെ പുറത്തേട്ട് ഇറക്കാൻ പോവാണ്. അല്ലെങ്കിൽ അമ്മച്ചി വീണ്ടും തന്നെ ഉണ്ടല്ലോ പഞ്ചിക്കിടും. എടാ ഇതാരുടെ റൂമാണ് ഗൈസ്? ഇവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ. നോ, എനിക്കെന്തോ ഗിഫ്റ്റ് ബോക്സ് കിട്ടി. എന്താന്ന് എനിക്കറിയില്ല ഗൈസ്. ഇവിടെ പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ കളിക്കാറുള്ള കുതിരയല്ലേ, ആ കുതിരയാണ് ഗൈസ്. പക്ഷെ കുതിരയുടെ മേളൊന്നും നമുക്ക് കേറാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ നേരെ വീടിന് പുറത്തേട്ട് പോവാം. അമ്മച്ചി ഇവിടെ ഇരിക്കണല്ലോ. ഗോ ഔട്ട്സൈഡ് ആൻഡ് ഡു സം വർക്ക്. പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണമെന്ന് പറയുന്നത്. വീടിന്റെ അകത്തിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കാണ്ട് പുറത്തു പോയി എന്തെങ്കിലും പണിയെടുത്ത് 4 കാശ് ഉണ്ടാക്കാനാണ് അമ്മച്ചി പറഞ്ഞേക്കണത്. അപ്പൊ നമുക്കിവിടെ സ്വന്തമായിട്ട് വണ്ടിയില്ല. പോലീസുകാരനൊക്കെ ഇത് കീഴ് പോകുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ക്രൈം ഒക്കെ ചെയ്യുകയാണെങ്കിലല്ലോ പോലീസുകാരൻ നമ്മളെ പഞ്ഞിക്കിടുവോ അതെനിക്കറിയാൻ പാടില്ല. ഇവിടെ ഒരു കാറുണ്ട് ഗൈസ്. ഈ കാർ നമുക്ക് എടുത്തുകൊണ്ട് നൈസായിട്ടൊക്കെ പോവാം. നമ്മളിന്നുണ്ടല്ലോ ഗൈസ് ഒരു ഫയർഫോഴ്സിന്റെ ജോലിക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഫയർമാനായിട്ട് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ജോലിയാണ്, പക്ഷെ നമ്മൾ ചെയ്യും ഗൈസ്, നമ്മൾ ചെയ്തിരിക്കും. എനിക്ക് തോന്നുന്നത് അതിന് നമ്മൾ സിറ്റിയിലോട്ട് പോകണ്ടടാ. സിറ്റിയിലോട്ട് പോണ വഴി ഏതാണ്? സിറ്റി അങ്ങോട്ടാ പോകണ്ട. ആ പാലം കയറി അപ്പുറത്തേട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സിറ്റിയിലോട്ട് നമുക്ക് പോവാം ഗൈസ്, നമുക്ക് സിറ്റിയിലോട്ട് പോവാം. എനിക്ക് തോന്നുന്നത് സിറ്റിയിലോട്ട് പോകണ ആ പാലം കയറിയാണ് പോകേണ്ടത്. അതേ ഗൈസ് സിറ്റിയിലോട്ട് നമ്മൾ ഓൾറെഡി എത്തി. ഇതാണ് നമ്മുടെ സിറ്റി. ഇവിടെ എവിടെയാണ് ഫയർഫോഴ്സുകാരുള്ളത് അറിയാൻ പാടില്ല. ഇത് നമ്മുടെ മാളല്ലേ? ഷോപ്പിംഗ് മാള്, വൊബ്ലി മാളാണ് ഇത്. നമ്മൾ ഇവിടെയൊക്കെ കഴിഞ്ഞ തവണ വന്നാർന്ന്. നമുക്ക് ഇത് കേൾക്കട്ടെ, അണ്ടർഗ്രൗണ്ട് കേൾക്കട്ടെ ഒരു വഴിയുണ്ട്. ദിസ് വേ ടു പാരഡൈസ് ഐലൻഡാ ഗൈസ്. ഇവിടെ വേറെ പാരഡൈസ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. എടാ ഇപ്പൊ നമുക്ക് ഇത് കേൾക്കട്ടെ അപ്പുറത്തേട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഞാനുണ്ടല്ലോ ഗൈസ് നമ്മുടെ വണ്ടി ഒന്ന് ചാടിച്ച് അപ്പുറത്തേട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ ചാടിച്ച് അപ്പുറത്തേട്ട് കയറ്റി. ഫയർ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഫയർഫോഴ്സിന്റെ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നുണ്ടല്ലോ ഫയർഫോഴ്സ് ആയിട്ട് നമുക്ക് ഇത് ജോലി കയറാം. തൽക്കാലം നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല ഗൈസ്. നമ്മൾ നേരെ കയറി ചെല്ലിട്ട് നമ്മുടെ ജോലിക്ക് എടുക്കും അറിയില്ല. അങ്ങനെയാകുമ്പോ നമുക്ക് പോലീസ് സ്റ്റേഷനിലുണ്ടല്ലോ പോലീസുകാരായിട്ട് നമുക്ക് ജോലിക്ക് കയറാം. കീറി നോക്കട്ടെ. ഇവിടെ ഒരാളുണ്ട്. നമുക്ക് ഇന്ററാക്ട് ചെയ്ത് നോക്കാം. ഫയർ ഫൈറ്റർ കണ്ടോ? ഡ്രൈവ് ടു ഫയർ, ഗ്രാബ് ഹോസ്, സ്പ്രേ ഫയർസ് ടു പുട്ട് ദം ഔട്ട്. ഓക്കെ, അപ്പൊ നമ്മളുണ്ടല്ലോ ഗൈസ് ഫയർഫോഴ്സ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ എവിടെയെങ്കിലൊക്കെ തീപിടുത്തുണ്ടാവാൻ നേരത്തുണ്ടല്ലോ നമ്മുടെ ഫയർ എഞ്ചിൻ അല്ലേ, ഫയർ എഞ്ചിൻ ഓടിച്ചോണ്ട് പോവാ. നമ്മൾ ഹോസ് എടുക്കുക, വെള്ളം ഒഴിച്ച് നമ്മളുണ്ടല്ലോ തീയെല്ലാം എടുക്കുക. അത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പല്ലേ. അക്സെപ്റ്റ് ജോബ്. ഞാൻ ജോബ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നോ ഗൈസ്, നമ്മളിപ്പോ തന്നെ ഉണ്ടല്ലോ നമ്മള് വണ്ടി എടുത്തോണ്ട് പോണം. യെസ് ഗൈസ്, ഇവിടെ ഒത്തിരി സ്ഥലത്ത് തീ അടയ്ക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ ഇതെങ്ങനെയാണ് ഗൈസ്? ഫോൺ എടുക്കണ എങ്ങനെയാണ് നമ്മൾ ഫയർ? അയ്യോ സൈറന് എങ്ങനെയാണ് എനിക്കറിയാൻ പാടില്ല. അയ്യോ ഞാൻ അറിയാണ്ടല്ലോ ഗൈസ് വണ്ടി ഇത് പുറത്തിട്ട് ഇറങ്ങി. എടാ ഇതിന്റെ സൈറൻ എങ്ങനെയാണ് ഗൈസ്? അതെനിക്കറിയാൻ പാടില്ലല്ലോ. സൈറൻ ഇടണ്ടേ, എന്നാലല്ലേ തീ പിടിച്ച സ്ഥലത്ത് നമ്മൾ വരുമെന്നുള്ള സിഗ്നലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എടാ തീ പിടിച്ച മാപ്പിന്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഏത് വഴിയാ പോകണ്ടേന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് 3 മിനിറ്റ് കണ്ടാണ് ഗൈസ് സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മൾ അവിടെ എത്തണട്ടാ. നമ്മുടെ വണ്ടിയുടെ സൈഡിലായിട്ട് നമുക്ക് ഹോസ് ഉണ്ട് ഗൈസ്. ഈ ഹോസ് കേൾക്കണം നമുക്ക് എടുത്തിട്ട് വേണം നമ്മൾ തീ അടക്കാൻ. റിവേഴ്സ് അടി. കറക്റ്റ് ആയിട്ട് പോ. നമ്മൾ ഒറ്റയ്ക്കാണ് ഗൈസ് പോണത്, വേറെ ആൾക്കാരൊന്നുമില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഗൈസ് എവിടെയാണ് തീ പിടിച്ചേക്കണേ? ഇപ്പുറത്തേട്ട് പോണം. ഇപ്പുറത്തേട്ട് പോണം ഗൈസ്, ഇപ്പുറത്തേട്ട് പോണം. ഇവിടെ കണ്ടായിട്ടാണ് തീ പിടിച്ചേക്കണത്. നേരെ ഞാൻ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് കയറ്റാൻ പറ്റുമോ? യോ അമ്മേ ഗൈസ് വണ്ടി അടിച്ച്. തീ പിടിച്ചേക്കണ എവിടെയാന്ന് എനിക്കറിയില്ല. ഞാൻ റോട്ടി കേക്കണൊന്നുമല്ല ഗൈസ് പോണത്. റോട്ടി കേക്കട തന്നെ പോയാൽ മതിയായിരുന്നു ഗൈസ്, അതായിരുന്നു നല്ലത്. വെറുതെ ആവശ്യമില്ലാണ് ഞാൻ ഇത് കേക്കടയൊക്കെ എടുത്ത് റോട്ടി കേക്കടുള്ള കറക്റ്റ് വഴി കേക്കടാണ് പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. തീ പിടിച്ചേക്കണ സ്ഥലം ഏതാണ്? എനിക്ക് തോന്നുന്നത് റോഡിന്റെ അപ്പുറ സ്ഥലത്തേട്ട് പോണ. ഇവിടെയാണ് ഗൈസ്. ഇപ്പൊ തന്നെ നമ്മളെത്തും. അപ്പത്തേക്ക് സമയം കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. മാറ് വഴിന്ന് മാറ്.
എടാ സൈറൻ എങ്ങനെയാന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. അടുത്ത് ഭയങ്കര കേറ്റാട്ട് ഇവിടെ ഗൈസ്. ഇവിടെ വണ്ടി കയറല്ല. എടാ സൈറൻ എങ്ങനെയാന്ന് അറിയാറുണ്ടെങ്കിലോ റോഡിലുള്ള വണ്ടികളൊക്കെ മാറിയേനെന്നാണ് എനിക്ക് തോന്നണത്. പക്ഷെ എനിക്ക് അറിയില്ല സൈറൻ എങ്ങനെയാന്ന് ഗൈസ്. നമ്മള് മഞ്ഞുമലയുടെ അടുത്തെത്തി. ദൈവയുടെ സ്നോഫാളൊക്കെ ഉണ്ട് കേട്ടാ. ഓ ഈ വഴി നമ്മൾ കയറി പോണം ഗൈസ്. ഈ വഴി നമ്മൾ കയറി പോണം. എന്നാലാണ് നമ്മൾ തീ അണയ്ക്കാനുള്ള സ്ഥലത്തേട്ട്. ഓ ഈ വഴി നമ്മൾ താഴത്തേട്ട് പോണം ഗൈസ്. ഇനി 1.5 മിനിറ്റ് കൂടെ ഉള്ളൂ നമുക്ക് സമയം. അതിനുള്ളിൽ നമ്മൾ തീ അണയ്ക്കണം. നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആടാ എത്തി 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 ഗൈസ്. ഏകദേശം സ്ഥലത്ത് എത്തി. തീ എവിടെ? അടയ്ക്കാനുള്ള തീ എവിടെ? അയ്യോ ഗൈസ് ഇനി 1.5 മിനിറ്റ് കൂടെ ഉള്ളൂ. ആ തീ എവിടെ ഉണ്ട് ഗൈസ്? ഓ കാട്ടു തീയാണ് ഗൈസ്. കാട്ടു തീയാണ്. എത്തി 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 എത്തി. ഫയർഫോഴ്സ് എത്തി. ഇറങ്ങിക്കോ. ഇതെന്താണ്? എന്തിനാണ് ഞാൻ ബുക്ക് ചെയ്യേ? അതെനിക്കറിയാൻ പാടില്ല. ഓക്കെ ഓ ലെറ്റ്സ് ഗോ ഗൈസ്. ലെറ്റ്സ് ഗോ. ഞാൻ എല്ലായിടത്തും തീ അടയ്ക്കാൻ പോവാണ്. എല്ലായിടത്തും തീ ഞാൻ അടയ്ക്കാൻ പോവാണ്. എടാ ഇത് അങ്ങോട്ട് വലിയില്ല എന്ന് തോന്നുന്നു ഗൈസ്. ആ പൈപ്പ് അങ്ങോട്ട് അത്ര വലിയില്ല. നമ്മൾ വണ്ടി അങ്ങോട്ട് നമ്മൾ നീക്കി കൊണ്ടുപോകണം. നോ ഗൈസ് വണ്ടി നമ്മൾ നീക്കി ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം. അയ്യാ ഗൈസ് അതിന്റെ ഉള്ളിൽ നമ്മുടെ ഇവിടുത്തെ തീ മൊത്തം നമുക്ക് സമയത്തിനുള്ളിൽ അണയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മൾ മാക്സിമം നോക്കുന്നതായിരിക്കും ഗൈസ്. എടുക്ക പൈപ്പ് എടുക്കടാ. ഓ മൈ ഗോഡ് ഗൈസ്. ഓ നോ 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 സമയത്തെല്ലാം തീരുന്ന എനിക്ക് തോന്നുന്നില്ല ഗൈസ്. സമയത്തിനെല്ലാം തീരുന്ന എനിക്ക് തോന്നുന്നില്ല. യെസ് ഒഴിക്കെ. എടാ ഇതിന്റെ പുറകെയായിട്ട് ഓനുണ്ടായിരുന്നു ഗൈസ്. അതിന്റെ എനിക്ക് ഒഴിച്ചടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഏട്ടാ. അടുത്ത പൈപ്പ് എടുക്ക്. നോ വണ്ടിയൊക്കെ മാറ്. അങ്ങോട്ട് വയ്ക്ക്. ലെറ്റ്സ് ഗോ. എടാ അങ്ങ് ഏറ്റവും പുറകിട്ടുണ്ടല്ലോ ഗൈസ്. ഓനെങ്ങടെ അടയ്ക്കാനുണ്ട് നമുക്ക്. അയ്യാ ഗൈസ് ഈ വണ്ടി വന്ന് എന്നെ ഇടിച്ച്. നോ ഒന്നും നടന്നില്ല ഗൈസ്. പോയി സമയം കഴിഞ്ഞ്. നോ ഞാൻ ഫെയിൽഡ്. ജോബ് ഫെയിൽഡ് ഗൈസ്. എന്റെ വേറെ വണ്ടി വന്ന് ഇടിച്ചിട്ട്. എന്നാലും സ്റ്റിൽ നമുക്ക് $40 കിട്ടി ഗൈസ്. $40. ഈ ഡോളർ എങ്ങനെയാണ് എടുക്കണം? നമ്മളെടുത്ത് കൈ പിടിച്ചോണ്ട് പോണ. ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഉള്ളിട്ട് ഇടാൻ പറ്റുമോ? അവിടെ ഇട്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തേക്ക്. യെസ് അപ്പൊ പൈസ അതിനുള്ളിൽ കിടന്നോളൂല്ലോ. പൈസ അറിയാലോ ഗൈസ്. നമ്മളെടുത്ത് ATM-ൽ ഇടണം. എടാ ഇതിന്റെ മേളിൽ എങ്ങനെയാണ് ഗൈസ്? അവിടെ എന്താണ് നമുക്ക് എടുക്കേണ്ടത്? ഒന്ന് ഓടി ഒന്ന് ചാടി നോക്കട്ടെ. നോ എടുക്കാൻ പറ്റുള്ളല്ലോ. അയ്യോ പോലീസ് വണ്ടിയുടെ മേളിൽ കയറി നിന്നിട്ട് നോ നമുക്ക് അങ്ങനെ ചാടാൻ പറ്റുള്ള കേട്ടോ. നോ അവര് സ്പീഡിൽ ഓടിച്ചോണ്ട് പോവാണേ. ഈ വണ്ടിയുടെ മേളിൽ കയറാൻ ഗൈസ് നമുക്ക് ഇവിടെ വെച്ച്. എന്നിട്ട് ഇവിടെ നിന്ന് സൈഡിൽ കേക്കടെ പോടാ. യോ ഓ ഗൈസ് എനിക്ക് എന്തും കിട്ടിയല്ലോ. യു ഡോണ്ട് ഓൺ എനി വെഹിക്കിളാ. എന്താണ് സംഭവം? എനിക്കറിയാൻ പാടില്ല. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിലാണത് ആ ഓപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. നോ ഗൈസ് നമ്മൾ ഒന്നോടെ ഫയർ എഞ്ചിന്റെ പണിയുണ്ടല്ലോ ചെയ്തിരിക്കും നമ്മള്. എടാ ഒരു വണ്ടി പൊട്ടി തെറിച്ചല്ലോ. എടാ എന്റെ ഫയർ എഞ്ചിൻ എന്തിയേ? അയ്യോ ഗൈസ് ഇവിടെ ഒടുക്കത്തെ മഴ ഗൈസ്. എന്റെ ഫയർ എഞ്ചിൻ കാണാനില്ല. അതെങ്ങോട്ട് പോയത്? എടാ ഇത് കേക്കട്ടെ. ഞാൻ ഇത്രയും നേരം എന്റെ ഫയർ എഞ്ചിൻ കാണാനുണ്ട്. ഇപ്പൊ കാണാനില്ല ഗൈസ്. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ മഴയാണ്. ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ. നമുക്ക് ഈ വീടിന്റെ ഉള്ളിലിട്ട് കയറിയാലോ. ഇത് അത്യാവശ്യം വലിയ വീടാണ്. എന്റെ അമ്മേ ഗൈസ് ഇടിമിന്നല് വെട്ടിയത് കണ്ടാർന്നാ. എടാ 4C നമുക്ക് ഈ വീടൊക്കെ ഉണ്ടല്ലോ ഗൈസ്. $2000 വേണം ഇത് മേടിക്കണമെങ്കിൽ. എന്റെ കയ്യിലാകെ $203 ഉള്ളൂ. ഇതിന്റെ അകത്തേട്ടൊക്കെ ഇപ്പൊ കയറാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ഈ വീട് മേടിച്ചാലാണ് കയറാൻ പറ്റുള്ളൂ. $2000 കൊടുത്ത് നമ്മൾ ഇത് മേടിക്കണം. അപ്പുറത്തെ വീടിന്റെ അകത്തേട്ടൊക്കെ കയറാൻ പറ്റും നോക്കട്ടേട്ടാ. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ കേസ് നൈസ് ആയിട്ട് എടുത്തോണ്ടാകാൻ പോവാം. എങ്ങനെ ഇവിടെ നമുക്ക് കുറച്ച് പൈസ കിട്ടിയാലോ. അപ്പൊ ഞാൻ ജോലി ചെയ്ത് കിട്ടിയ എന്റെ $40 ഉണ്ടല്ലോ കേസ് പോയി എന്നാണ് എനിക്ക് തോന്നണേ. എടാ ഇവിടുത്തെ വീടുകളെല്ലാം മേടിക്കാനാണ്. ഇതിന് $1000 ഈ വീട് മേടിക്കാൻ. ഇത് $1000 മേടിക്കണക്കാട്ടും നല്ലതല്ലോ ഗൈസ്. ഈ വീട് $2000 മേടിക്കണല്ലേ. കാരണം ഈ വീടിനെക്കാട്ടും ഭയങ്കര അടിപൊളി 2 നില വീട് സൂപ്പർ വീട് നമുക്ക് ഇത് കിട്ടും. തൽക്കാലം ഞാൻ എന്തായാലും ഇവിടെ കിടന്നേ. ഗൈസ് ഈ വണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. എടാ ട്രാഷ് വണ്ടി നമുക്ക് ട്രാഷ് എടുക്കാനുള്ള ജോലിക്കൊക്കെ പോകാൻ പറ്റുമോ ഗൈസ്? മേ ബി പോകാൻ പറ്റുമായിരിക്കും. അയ്യോ ഞാൻ ഏതോ ഇടിച്ചിട്ട്. ഫൈനലി നമ്മളിപ്പോ ഏത് ഐലൻഡിൽ വേറെ ഏതൊരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കണത്. ഏതാ ഒടുക്കത്തെ ഇടിവെട്ട്. ഗൈസ് നമ്മൾ ഇവിടെയായിട്ട് എത്തിയിടാ. ബൊബ്ലിന്റെ എന്റെ അമ്മി നമ്മൾ ഇപ്പുറത്തേട്ട് പോയിട്ടില്ല കേട്ടാ. ഇപ്പുറത്തേട്ട് പോണ എങ്ങനെയാണെന്നറിയില്ല. ഈ പാരഡൈസ് ഐലൻഡ് ഏതോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെയും പോയി നോക്കണം. ഇപ്പൊ ഫയർ എഞ്ചിൻ ഇവിടെയാണ് ഉള്ളത്. ഫയർഫോഴ്സിന്റെ പണിക്ക് നമ്മൾ തിരിച്ച് ഇപ്പുറത്തേട്ട് വരണം ഗൈസ്. ഇവിടെ ഒരു പോർട്ടൊക്കെ ഉണ്ട്. നമുക്കൊരു പോർട്ടിന്റെ അങ്ങോട്ടൊക്കെ വേണ്ടി നമുക്ക് ട്രെയിനിൽ കയറിക്ക് നമുക്ക് വേണ്ടി പോവാന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഗൈസ് തിരിച്ച് നമ്മുടെ സിറ്റിയിലോട്ട് തന്നെ പോകാൻ പോവുകയാണ്. എനിക്കുണ്ടല്ലോ ഗൈസ് ഒരു ഫയർ ഫൈറ്റർ ആവണം. എനിക്ക് നല്ലൊരു ഫയർമാൻ ആവണടാ. ഞാൻ ആ ജോലി എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യും. എന്റെ അമ്മേ ഗൈസ് മഴ പെയ്യാൻ നേരത്തിലല്ലോ ഫ്രണ്ടിലുള്ള എന്താണ് റോഡൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനൊന്നും പറ്റില്ല. കണ്ട ഫുള്ളുണ്ടല്ലോ ഗൈസ്. എന്താണ് മറ്റേ
മഴ നല്ല കൃഷി ചെയ്യാൻ പറ്റുമോ തോന്നുന്നു. ഇവിടെ ഒത്തിരി പശുക്കളൊക്കെ ഉണ്ട് കേട്ടാ. അതൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം ഗൈസ്. പക്ഷെ ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു ഫയർ ഫൈറ്റർ ആവാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കണത്. സോ ഗൈസ് എനിക്ക് ആ ഫയർ ഫൈറ്ററിന്റെ ജോലി കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെയെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഞാൻ ആ ജോലി എടുക്കാൻ വേണ്ടി വീണ്ടും ഉണ്ടല്ലോ നമ്മുടെ സിറ്റിയിലേക്ക് പോവാണ്. വൊബ്ലി പവറാ ഇവിടെ നിന്നാണ് തോന്നുന്നത് നമ്മുടെ സിറ്റിയിലായിട്ട് മൊത്തം കറണ്ട് ഉണ്ടാക്കണത്. ഏതെങ്കിലും ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണോ ഗൈസ്? അത് തമ്പുരാനറിയാം. ഈ വഴി നമുക്ക് ഇടക്കേക്കടെ കയറി പോയ പോലെ എന്തിനാണ് അത് കേക്കടെ മൊത്തം എടുത്ത് കറക്കണത്? നമുക്ക് ഇടവഴിക്കേക്കടെ പോയെന്നറിയാലോ ഗൈസ്. നമ്മുടെ സിറ്റിയിലായിട്ട് എത്തിയെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എത്തി ബാങ്ക് ഇവിടെ ഉണ്ട്. പക്ഷെ ബാങ്ക് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ലടാ. നമ്മുടെ മറ്റേ $40 കിട്ടിയത് ഞാൻ ഫയർ എഞ്ചിനിലെല്ലാം ഇട്ട് വെച്ചാർന്നത്. ആ ഫയർ എഞ്ചിൻ അവിടെ എങ്ങനെയാണോ പൊട്ടിപ്പോയെന്ന് എനിക്കറിയില്ല ഗൈസ്. പക്ഷെ പൊട്ടിപ്പോയി, സാധനം പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ എങ്ങാണ്ടായിട്ടല്ല ഫയർ ഫൈറ്ററിന്റെ സ്ഥലം ഉള്ളത്. അയ്യോ ഇതൊക്കെ ഇടിച്ച് പൊളിക്കല്ലേ. ഞാനൊരു ഗുഡ് സിറ്റിസൺ ആണ്. എടാ എവിടെയാടാ ഫയർ ഫൈറ്ററിന്റെ ജോലി? എനിക്ക് തോന്നണ ഈ വഴി അപ്പുറത്തേട്ട് പോണം. ഇതാണ് ഗൈസ്, ഇതാണ്. നമ്മള് അവസാനം ഫയർ സ്റ്റേഷനിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. എഗെയിൻ എത്തിയിട്ടുണ്ട്. ഇത്തവണ ഉണ്ടല്ലോ ഗൈസ് നമ്മൾ മഴയത്താ പോണത്. അപ്പൊ നമുക്ക് ലാഭമായിരിക്കുന്നതാണ് എനിക്ക് തോന്നണേ. മഴയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് തീ കിടത്തണോ ഗൈസ്? ഓൾറെഡി നല്ല മഴയല്ലേ. അപ്പൊ പിന്നെ വെള്ളം തന്നെ മേലിൽ നിന്ന് വീടുണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് എക്സ്ട്രാ വെള്ളം ഒഴിച്ച് തീ കിടത്തണത്? യെസ്, അടുത്ത ജോലി ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ മാപ്പ് ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കട്ടെ ഗൈസ്. എവിടെയാണ് തീ കത്തിപ്പിടിച്ചേക്കണേന്ന്? എവിടെയാണ് തീ കത്തിയേക്കണേ? എടേ മാപ്പിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടില്ലല്ലോ ഗൈസ്. ബാക്കി ഒരു 3.25 മിനിറ്റ് ഉള്ളൂ. എവിടെയാന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ 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 ഇവിടെ. ഓക്കെ മനസ്സിലായി. കമോൺ. എടാ ഫയർ ഫോഴ്സിന്റെ നമ്മുടെ സൈറൻ എങ്ങനെയാടാ? ഗൈസ് അത് ഇടാൻ പറ്റുള്ളല്ലോ. അതിങ്ങനെ ഇടാൻ പറ്റുകയാണെങ്കിൽ എല്ലാ സ്വിച്ചും ഞാൻ ഞെക്കണ്ടേ ഗൈസ്. പക്ഷെ ഒന്നിലാക്കിട്ട് നമുക്ക് സൈറൻ ഇടാൻ പറ്റുള്ള. അത് ഒരുമാതിരി പരിപാടിയായി പോയി. പക്ഷെ കുഴപ്പമില്ലടാ, നമ്മുടെ ജോലി എന്തായാലും നമ്മൾ ഇത്തവണ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഈ വഴി നമ്മൾ ആദ്യം വന്ന വഴി തന്നെയാണ് നമുക്ക് കയറി പോകേണ്ടത്. അതെ ഗൈസ്, അതെ കുറച്ച് റിസ്കി ആയിട്ടുള്ള വഴിയാണ്. നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിച്ചു പോയില്ലെങ്കിൽ നമുക്ക് നല്ല മുട്ട പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടി തീർന്ന്. ഇത്തവണ എന്തായാലും ഞാനുണ്ടല്ലോ ഗൈസ് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സ്റ്റിൽ 2.5 മിനിറ്റ് ബാക്കിയുണ്ട്. പക്ഷെ നമ്മുടെ സാഹസികമായ ഡ്രൈവിംഗ്, മൈ ഗോഡ് ഗൈസ്, ഇവിടെയാണ് തീ കത്തിപ്പിടിച്ചിരിക്കുന്നത്. കാട്ടുതീയാണ് എഗെയിൻ കാട്ടുതീയാണ്. പക്ഷെ ഈ കാട്ടുതീ മഴയത്ത് കെട്ടുപോകണ്ടല്ലേ? അത് എന്തുകൊണ്ട് കെട്ടുപോണില്ല? അതാണ് എന്റെ ചോദ്യം. പൈപ്പ് എടുക്കടാ. പൈപ്പ് എടുക്കടാ. നോ, ഇത് എന്ത് തേങ്ങയാണ് നീ കിടന്ന് കാണിച്ചോണ്ടിരിക്കണത്? പൈപ്പ് എടുക്ക്. എടുക്കാൻ എടുത്ത് ഇത് എന്താണ് ഗൈസ്? ഇവൻ ഭയങ്കര ഡിലേ ആണ്. ഇവൻ നമ്മളെ ഉണ്ടല്ലോ തോപ്പിക്കാൻ വേണ്ടി കളിക്കണമെന്ന് തോന്നുന്നു. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 2 എണ്ണം അണക്കാനുണ്ട്. അടുത്ത് അണക്കാനുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അണക്കാൻ പറ്റുമോ? ഗൈസ് ഇവിടെ നിന്നൊക്കെ നമുക്ക് ദൂരത്തേട്ട് വെള്ളം ഒഴിക്കാൻ പറ്റും. ഇത്ര പറ്റില്ല. കുറച്ചുകൂടെ വണ്ടി കയറ്റിയിടാം. സ്റ്റിൽ നമുക്ക് 1.5 മിനിറ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് എല്ലാം അണക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം അണക്കാൻ പറ്റൂടാ. നമുക്ക് മാക്സിമം നോക്കാം ഗൈസ്. മാക്സിമം നോക്കാം. കമോൺ ഒഴിക്കടാ. അവിടത്തെ അണച്ചിട്ടുണ്ടാ. കുറച്ചുകൂടെ വണ്ടി ഫ്രണ്ടിലായിട്ട് ഇടാം ഗൈസ്. എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കിടത്താൻ പറ്റുള്ള. എടാ എടുക്കടാ ഗൈസ്. ഇത് ഇവര് എന്ത് തേങ്ങയാണ് കാണിക്കണേ? ഇവ കറക്റ്റ് ആയിട്ട് സാധനം എടുക്കണില്ല. സാധനം എടുത്താലും നമുക്ക് അണയ്ക്കാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഗോ. അണക്ക്. നോ ഗൈസ്, ഇത് അണയണില്ല. അടാ ഓടി എടുക്കടാ. പൈപ്പ് എടുക്ക്. അണക്ക്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിങ്ങനെ ജോലി ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. ഫയർ ഫൈറ്ററിന് നമുക്ക് ഔട്ട്ഫിറ്റ് കിട്ടി. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാനിത് അൺലോക്ക് ചെയ്ത്. ഇനി പൈസ 2 കൈ കൊണ്ട് ഇങ്ങനെ പൈസ എടുക്കണ. ഓക്കെ ലെറ്റ്സ് ഗോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ വണ്ടിയുടെ അകത്തിട്ട് പൈസ ഇടണം. കണ്ട ഗൈസ്, അങ്ങനെ ഫൈനലി എടുക്ക്. ഇവൻ മര്യാദക്ക് എടുക്കടാ പൈസ. അവിടെ കൊണ്ടുപോയിട്ട് പൈസ. എടാ പൈസ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ്, നമ്മള് ചാടി പൈസ അതിനകത്തിട്ട് ഇടണം. let's go guys. ഫൈനലി നമ്മള് ജോലി കംപ്ലീറ്റ് ചെയ്തടാ. അതൊക്കെ അത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ, അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി ഈ വഴി നമ്മൾ കറങ്ങി പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവരെന്താണ് ഈ സ്കൂട്ടർ കൊണ്ട് ഇങ്ങനെ ആടി പോണത്? നേരെ പോയ പോരെ. ഇവിടെ ATM വല്ലതുണ്ടോ? ഇവിടെ ATM ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേസ്. ഇതേതോ കുഗ്രാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, കുഗ്രാമത്തിലൊരു ATM ഉണ്ട്. ഈ ATM നമുക്ക് ആ പൈസ അങ്ങുണ്ടല്ലോ ആദ്യം തന്നെ ഇതിനകത്തിട്ട് അങ്ങ് എടുത്തിട്ടേക്കാം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാം, നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മുടെ $50 അങ്ങ് പോവും. ഞാൻ എന്റെ പൈസ ATM കൊണ്ട് കയറട്ടെ. പൈസ ഞാൻ
കൊണ്ട് കിട്ടി. എനിക്കിപ്പോ $283 ആയിട്ടുണ്ട്. ഇത് കേട്ടാ ഇവിടുത്തെ ഫയർ എക്സ്റ്റിങ്ക്വിഷറൊക്കെ നമുക്ക്. പക്ഷേ ഇതിനകത്ത് കീറി നിൽക്കുമ്പോഴല്ലോ ഗൈസ് നമ്മൾ പറന്നു പോണേ ഒരു സെറ്റപ്പും കൂടെ വെക്കണമായിരുന്നു. അങ്ങനെയാ അടിപൊളി ആയേനെ. മാറ് എന്റെ വണ്ടി ഞാൻ എടുക്കാം. നിങ്ങളിങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ. ഞാൻ റിവേഴ്സ് അടിച്ച് മാറ്റി തന്നിട്ടുണ്ട്. കേറിപ്പോക്കോ അപ്പാ വന്ന് ഇടിക്കരുതിട്ടാ. സ്കൂട്ടറൊക്കെ ഓടിച്ചു വന്ന് നമുക്ക് തിരിച്ച് സിറ്റിയിലോട്ട് പോയാലോ ഗൈസ്. സിറ്റിയിലോട്ട് പോവാം. ഇതിനോട് മഴ മാറിയിട്ടില്ല കേട്ടാ. എന്നാലും ഗൈസ് നമ്മുടെ ഫയർ എഞ്ചിന്റെ പണി നമ്മൾ ഇത്തവണ ഇറക്കത്തി കേൾക്കുന്നുണ്ടല്ലോ ഗൈസ്. നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ കിട്ടല കേട്ടാ. അതുകൊണ്ട് നമ്മൾ കുറച്ച് പയ്യൊക്കെ പോകണം, അല്ലെങ്കിൽ നേരെ ഇപ്പുറത്തെ കൊക്കയിലിട്ട് കിടക്കും. പക്ഷെ നമ്മള് ഫയർ ഫോഴ്സ് ആണ് ഗൈസ്. നമ്മൾ വീശി അങ്ങ് ഓടിക്കും വണ്ടി. ഇതൊക്കെ ഞാൻ നോക്കട്ടെ കൺട്രോളിൽ എങ്ങനെയാണ് നമ്മുടെ ഫയറിന്റെ സൈറൻ നിർണ്ണയിക്കുന്നത്. കിട്ടി. ലെറ്റ്സ് ഗോ. ഇട്ട് സൈറൻ ഇട്ടിട്ടുണ്ട്. ഇനി ആൾക്കാർ വഴി മാറി തരുമെന്ന് നമുക്ക് നോക്കണം ഗൈസ്. ഇനി ആൾക്കാർ ഫ്രണ്ട് കേൾക്കണുണ്ടല്ലോ നമ്മൾ പോകുന്നത് വഴി മാറി തരുമെന്ന് നമുക്ക് നോക്കണം. ഈ വഴിയല്ല നമ്മുടെ സിറ്റിയിലോട്ട് പോകാനുള്ള. ലെറ്റ്സ് ഗോ. ഈ വഴി തന്നെടാ. ഈ വഴി തന്നെ. ഇങ്ങോട്ട് ഇറങ്ങിക്കോ. നമ്മൾ നേരെ സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ടാ. എനിക്കുണ്ടല്ലോ മറ്റേ പോർട്ട് വരെ പോയി നോക്കണമെന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ആ ടാക്സിയുടെ ജോലി ഇങ്ങനെ ചെയ്താലോ ഗൈസ്. നമ്മൾ കുറച്ച് നാളായില്ല ടാസ്കിയുടെ ജോലി ചെയ്തിട്ട്. കുറച്ച് നാളല്ല കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇത്തവണ നമുക്ക് ടാസ്കിയുടെ ജോലി ഉണ്ടല്ലോ ഗൈസ്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അതൊന്നും നമ്മുടെ ഫയർമാനെ പോലും 3 മിനിറ്റിനുള്ളിൽ ഇത്ര ആൾക്കാരെ കറക്റ്റ് സ്ഥലത്ത് നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതും കൂടെ നമുക്ക് ഇത്തവണ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ടാസ്കി ഇത്തവണ ഞാൻ ടാസ്കി തകർക്കും ഗൈസ്. പക്ഷെ ടാസ്കിയുടെ ഉണ്ടല്ലോ ആൾക്കാര് എവിടെയാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കണേന്ന് എനിക്കറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇതിന്റെ അപ്പുറ സൈഡിലായിട്ട് ആൾക്കാർ കാണിക്കണ്ടേ. നേരെ നമ്മൾ അപ്പുറത്തേട്ട് പോയാൽ മതിയാ. കറക്റ്റ് ആയിട്ടുണ്ടല്ലോ നമ്മൾ മാപ്പിൽ അടയാളപ്പെടുത്തി കാണിക്കുകയാണെങ്കിൽ നൈസാർന്ന്. ഇവിടുന്ന് ഞാൻ ആളെ പിക്ക് ചെയ്ത് എവിടെ കൊണ്ട് ഇറക്കുന്ന ഗൈസ്. നമുക്ക് ടോട്ടല് 4 മിനിറ്റ് ഉള്ളൂ. അതിനുള്ളിൽ നമ്മൾ 5 പാസഞ്ചറിനുണ്ടല്ലോ കറക്റ്റ് പ്രോപ്പർ സ്ഥലത്ത് നമ്മൾ ഇറക്കി വിടണം. ഓക്കെ, ഒരാളെ ഇറക്കി വിട്ടിട്ട് അടുത്ത ആളെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് നൈസായിട്ടോ ഗൈസ്. ഗെയിം നല്ല രസമുണ്ട്, നല്ല വൈബാണ്, നല്ല ചില്ലായിട്ട് കളിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇത് കറക്റ്റ് മാപ്പിൽ വഴിയും കൂടെ കാണിക്കാറുണ്ടല്ലോ. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് കറക്കണം. ഞാൻ ട്രിപ്പ് ചെയ്ത് തിരിച്ചേട്ടോ ഗൈസ്. എടാ ഒരാളെ വിട്ടപ്പോ എനിക്ക് $4 കിട്ടിയുള്ളൂ. ഇത് നഷ്ടാണ് ഗൈസ്. ഇവരെവിടെയാണ് ഇറക്കി കൊണ്ടത്? എടാ ഇവരുടെ സ്ഥലം എവിടെയാന്ന് എനിക്കറിയില്ല ഗൈസ്. ഇവര് ദൂരമായിട്ടൊക്കെ സ്ഥലം വെക്കിയിട്ട് നമുക്ക് ഭയങ്കര പാടായിരിക്കും കേട്ടോ. ലൊക്കേഷൻ ഇവരുടെ വീട് പിടിയാന്ന് തോന്നുന്നു. യേസ്, ഇവര് ഈ വീട്ടിൽ ഇറക്കി വിട്ട പോലെ ഇറക്കി വിട്ടു. എടാ മാറടാ, ഒന്ന് മാറി താടാ ഗൈസ്. 2 പേര് നമ്മളുണ്ടല്ലോ കറക്റ്റ് പ്രോപ്പർ സ്ഥലത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 3 പേരെ ഇങ്ങനെ വരണം ഗൈസ്. എനിക്ക് തോന്നണില്ല നമ്മുടെ ടാക്സിയുടെ നമ്മുടെ ഡ്രൈവിംഗ് ഉണ്ടല്ലോ അത്രയ്ക്ക് സെറ്റപ്പ് ആയിട്ടുണ്ടെന്ന് കറക്റ്റ് പ്രോപ്പർ ടൈമിൽ എല്ലാവരും കൂടെ ഇറക്കി വിടാൻ പാകത്തിന്. പക്ഷെ നമ്മുടെ പൊളിച്ച്. പക്ഷെ നമ്മളുണ്ടല്ലോ 3ാമത്തെ ആളെ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് വിട്ട് തിരികെ ഡ്രിഫ്റ്റ് ചെയ്തിരിക്കും. നമ്മുടെ ടാസ്ക് പപ്പടം പൊടിയുടെ പോലെ പൊടിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ മേളിലാണെന്ന് തോന്നുന്നു അടുത്താണ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത്. പക്ഷെ വിഷയമല്ല ഗൈസ്, വിഷയമല്ല. നമ്മൾ ഈ മലയൊക്കെ നമുക്ക് കയറ്റി ആളെ പിക്ക് ചെയ്യാം. എവിടെ കൊണ്ടുവരണ്ടേ? താഴെ. ലെറ്റ്സ് ഗോ. 4ാമത്തെ ആൾ ഇപ്പൊ തന്നെ നമ്മൾ സെറ്റ് ആക്കുക ഗൈസ്. നോ പ്രോബ്ലം. നമ്മുടെ വണ്ടി എത്രയൊക്കെ പൊളിഞ്ഞാലും നമ്മുടെ സ്വന്തം വണ്ടി അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടി ടാസ്ക് ഓടണയാണ് ഗൈസ്. ഇവിടെയല്ല അടുത്ത ആള് വരുന്നത്. നമ്മള് ജമ്പൊക്കെ ചെയ്ത് നമ്മള് അടിപ്പരായിട്ട് ഗൈസ്. ഇത് നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് ഭയങ്കര ഡൈവറാട്ടെ ഗൈസ്. നമ്മള് പൊളിയാണ്. എവിടെയാണ് അടുത്ത ആൾ? ഇവിടെയാണ്. ലെറ്റ്സ് ഗോ. അടുത്ത ആളെ ഞാൻ ഇവിടുന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെ എവിടെയാണ് കൊണ്ടുവരുന്നത്? ഇനി 1 മിനിറ്റും 20 സെക്കൻഡും ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഗൈസ്, സിമ്പിളായിട്ട് നമുക്ക് സിമ്പിളായിട്ട് അതിന്റെ മേളിലാന്ന് തോന്നുന്നു അടുത്ത ആളുടെ ഡെസ്റ്റിനേഷൻ. അവിടെ കൊണ്ടുപോയി വിട്ടാൽ മതിടാ. എല്ലാം സെറ്റാണ് ഗൈസ്. ഇവിടെ പോലീസ് സ്റ്റേഷൻ. ഞാൻ ആദ്യമായിട്ടായിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കാണുന്നത്. എൻ്റെ അമ്മേ ഗൈസ്, എത്ര ആൾക്കാർ ഇവിടെ ഇരിക്കട്ടെ? 2 ആൾക്കാരല്ല ഉള്ളത്. ഇവിടെ കൊണ്ടു വിട്ടാ മതി. ജോബ് കംപ്ലീറ്റ്. നമുക്ക് എത്ര $? കിട്ടി? ടാക്സിയുടെ ഡ്രൈവർ ക്ലോത്ത് നമുക്ക് കിട്ടി. എടാ നമുക്ക് എത്ര $? കിട്ടി? $25 എന്തോ സംതിങ് കിട്ടിയെന്ന് തോന്നുന്നു. അല്ലെ, ഇപ്പൊ എന്റെ കയ്യിൽ ടോട്ടൽ $275 ഉള്ളത്. നമുക്ക് ഈ കാർ എടുത്തോണ്ട് പോയാലോ? എടാ ട്രെയിൻ പോണു ഗൈസ്. നമുക്ക് ട്രെയിൻ ഓടി പിടിക്കാൻ പറ്റില്ല. ട്രെയിൻ പോയി നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ വരെ ഇത് കയറി നോക്കിയാലോ? പോലീസ് നമ്മൾ പിടിക്കുമെന്ന് നമുക്ക് അറിയണ്ടേ. നമുക്ക് പോലീസ് സ്റ്റേഷൻ കയറി എന്തെങ്കിലും അലമ്പുണ്ടാക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. അതിന് നമുക്ക് പോലീസ് വണ്ടീനെ ഒന്ന് പോയി ഇടിച്ചാലാ.
അപ്പൊ പോലീസ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വരുമോ നോക്കിയാലോ? ഇവിടെ പോലീസിന്റെ വണ്ടി ഇരിക്കണ്ടേ, അത് നമുക്ക് എടുത്തു നോക്കിയാലോ ഗൈസ്? അപ്പൊ പോലീസ് നമ്മൾ പിടിക്കാൻ വരുമോ നോക്കാം. പോലീസ് നമുക്ക് പുല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ നോക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് പോലീസായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ ഗൈസ്? എടാ പോലീസ് വണ്ടി എടുത്ത്, പക്ഷെ പ്രശ്നമൊന്നുമില്ല, പോലീസ് ഒന്നും ഇല്ലാതെ നമ്മളെ പിടിക്കാൻ പറ്റില്ലെന്നാണ് കേസ് എനിക്ക് തോന്നണേ. നമുക്ക് പോലീസായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയുണ്ടല്ലോ, അത് സെറ്റ് ആയിരിക്കും. വെൽക്കം ടു വൊബ്ലി ഐലൻഡ് പോലീസ് സ്റ്റേഷൻ. എനിക്ക് തോന്നുന്നു ഇയാളുടെ അടുത്ത് പോയാൽ മതി. ഇതാരാണ്? ഹേ യു, എന്താണ്? ഐ ആം ഡിറ്റക്റ്റീവ് ബഗ്, ഐ ആം ഇൻ ചാർജ് ഹിയർ. ഓ, ഇത് ബഗ് ഇവിടുത്തെ ഡിറ്റക്റ്റീവ് ആണ്, അവനാണ് ഇവിടുത്തെ ഇൻചാർജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. യു ഹാവ് കം അറ്റ് എ ഗുഡ് ടൈം. ഓക്കെ, നമ്മൾ നല്ല സമയത്താണ് ഇവിടെ വന്നേക്കുന്നത്. ഐ കുഡ് റിയലി യൂസ് ആൻ എക്സ്ട്രാ പെയർ ഓഫ് ഹാൻഡ്സ്. ഓ, ഇവന് നമ്മുടെ സഹായം വേണം. ഓ ഗൈസ്, അപ്പൊ നമ്മുടെ ഡിറ്റക്റ്റീവ് ബക്ക് ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് പോലീസ് ജോലി തന്നേക്കാണ്. നമ്മുടെ ഈ പോലീസ് സ്റ്റേഷന് പുറത്തുണ്ടല്ലോ ഗൈസ്, ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാർ കിടക്കണില്ലേ, അത് അണ്ടർ കവർ ആയിട്ട് നമുക്ക് പോകാനുള്ള കാറാണ്. അത് എടുത്തിട്ടുണ്ടല്ലോ ഇവൻ നമുക്ക് ഒരു പണി തന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞേക്കണത്. നമുക്ക് കുറച്ച് ടു ഡു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ വൊബ്ലി ലൈഫിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെക്ക് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തേക്കുക. അതിന് ഒരു മിനിറ്റ് മുമ്പേ ഞാൻ ഈ ഹെലികോപ്റ്റർ നമുക്ക് ഓടിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്കട്ടെ ഗൈസ്. ഓടിക്കാൻ പറ്റും. ലെറ്റ്സ് ഗോ. എങ്ങനെയാണ് ഓടിക്കണം? എങ്ങനെയാണോ ഓടിക്കണേ? അയ്യോ ഗൈസ്, എടത് മേളിലോട്ട് പോക്കണ എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.